എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിന് അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നെടുവീർപ്പോടുകൂടെ വിലപിച്ചിടുവിൻ. എന്തെന്നാൽ ഇതാ ഇന്നു മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. സ്വർഗരാജ്യത്തിലേക്ക് സ്വർഗത്തെയും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയുടെ വഴി ഈ തിരുകർമ്മം ആരംഭിക്കാം. ഇന്നത്തെ സംസ്കാര ശുശ്രൂഷ നമുക്ക് നൽകുന്നത് നമ്മുടെ മുൻപിലായിരിക്കും ഡേവിസ് പത്താനാശനാണ്. ഷോൺസൺ മുൻപിലായിരിക്കും കൂടെയുണ്ട്. ജോൺസൺ കൂടെയുണ്ട്. ഹസ്ബൻഡ് കുറച്ച് സമയം കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ പുസ്തകങ്ങൾ ആരംഭിക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബാംഗങ്ങൾക്കും അച്ഛനും മക്കൾക്കും കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും ഇതിനെല്ലാം വിചാരിച്ച് സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെ ലോകപ്രവർത്തനക്കാരുടെ അനുശോചനം നയിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന പാപികൾ നിത്യസങ്കേതമായ ദൈവം, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സുഗന്ധദ്രവ്യങ്ങളെയും പരിമളസസ്യങ്ങളെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ.
കൃഷ്ണാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തത്വത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്കുവരവിൻ അരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദ്യ പിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമടയ്ക്കുന്നു. മർത്യനുസരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യത പുനരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് വാഗ്ദത്തനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. സന്ദേശം നൽകുന്നത് ബന്ധുകാരിയച്ച് ഷാജി കൺസെപ്റ്റ്. നമുക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ അമ്മ സ്വർഗത്തിലേക്ക് യാത്രയാണല്ലോ.
നമുക്കൊക്കെ ഒരു ദിവസം അടുത്തു വരുമ്പോഴേക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിധത്തിൽ നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ ഈശോ കാണിച്ചു തരുന്ന വഴിയിലൂടെ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ആ ജോലി പങ്കുപറ്റുവാൻ ഞങ്ങളെ കൂടി ഒരുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കണം. സർവോത്മകമായിട്ട് ജീവിതത്തെ ലക്ഷ്യം വെച്ച് മുന്നേറുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും ഈ സ്വത്വത്തിൽ കൃപ തരുന്നു. ഈ അമ്മ കാണിച്ചതുപോലെ മാതൃ ജീവിതം നമുക്ക് പരിശ്രമിക്കാം. വിശ്വാസം സാക്ഷിയിലാക്കാൻ പരിശ്രമിക്കാം. ഈ കുടുംബം നിലവുകൾ ചേർന്ന് ഈ യൂണിറ്റോട് ചേർന്നൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് എല്ലാവരെയും പേരിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങൾ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹ, ഈ ലോകം വിട്ടു പുറപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ വത്സല അമ്മച്ചി പൗളിയുടെ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതയായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ കർത്താവേ നിന്റെ കരുണ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഒരു ദിവസം സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഒരു ദിവസം ബസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരിയെ ചിന്തിച്ചടലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയുടന്തികമാർന്നകിലേശം ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചൊല്ലിച്ച ആണ്ടത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹിതരെ, ഏഴിൻ്റെ തിരുക്കർമ്മങ്ങൾ മൂന്നാമത്തെ ദിവസമായ നാളെ രാവിലെ 8:30 നമ്മുടെ ഇടവക പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നു. എല്ലാവരും അറിയിപ്പായിട്ട് സ്വീകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ട് 6:00 കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്നുള്ള തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കാം. തുടർന്നുള്ള ഗാനത്തിന്റെ 3 സ്റ്റാൻസ നമ്മളിവിടെ പാടും. തുടർന്ന് പ്രത്യേകം നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുപോകും. 3 സ്റ്റാൻസ കഴിയുമ്പോൾ എല്ലാവരും പുറത്തിറങ്ങി കുരിശിന് പുറകിൽ അണിനിരക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ
പോകുന്നു ഞാൻ. എന്റെ വാത്സല്യമുള്ളവരെ, ഞാനിതാ നശ്വരമായ ഈ ലോക ജീവിതത്തിൽ നിന്നും എന്റെ സ്വന്തം ഭവനത്തിലേക്ക് സ്വപിതാവിനെ മുഖാമുഖം കാണുവാനായി പോകുന്ന സന്തോഷത്തിന്റെ ഈ നിമിഷങ്ങളിൽ നിങ്ങൾ എന്തിന് വിലപിക്കുന്നു? പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഭവനത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ സന്തോഷത്തിന്റെ വരുവാനിരിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് ദൈവമായ കർത്താവിന് നന്ദി പറയുവിൻ. മിസ്രയീം വിട്ടതിൽ കേദീപ്പാനിലൊന്നും ആശ്വാസദേശമൻ മുൻപിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. മരണദൂതനന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, തന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് എന്നെ നിർത്തണമേ. അബ്രാമിൻ യാത്രയിൽ കൂടെയിരുന്നവൻ അവകാശം നൽകിയോ കൂടെയുണ്ട്. മിഥ്യാനിൽ മോശയ്ക്ക് സങ്കേതമായവൻ ഹോറേബിൽ നിന്നവൻ കൂടെയുണ്ട്. ലോകവും അതിലെ നിവാസികളുമേ, സമാധാനത്തോടെ വസിപ്പീൻ. എന്തെന്നാൽ താൽക്കാലിക ജീവിതം ആഗ്രഹിക്കുന്നവൻ ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്ന്
കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന് മുൻപാകെ എന്റെ കണക്കുകൾ ബോധിപ്പിക്കുവാൻ പോകുന്നു. ചെങ്കടൽ തീരത്ത് മോശയിൻ കണ്ണു നീ കണ്ടവനെന്നോടു കൂടെയുണ്ട്. സ്വർഗീയമന്നായെ കൊണ്ടു തൻ ദാസരെ പോറ്റി പുലർത്തിയോൻ കൂടെയുണ്ട്. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു. പ്രിയപ്പെട്ടവരേ, കർത്താവിന്റെ മുൻപിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെ, 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. ഈ ലോകമായയിൽ പെട്ടുവലഞ്ഞു ഞാൻ, മേലോകവാഴ്ചയിൽ ദൂരസ്ഥനാ. അല്പായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോ. ഞാൻ വസിച്ച ഭവനത്തോടും ഞാൻ ജീവിച്ച സമൂഹത്തോടും എന്റെ ബന്ധുമിത്രാദികളോടും എന്റെ സഹോദരീ സഹോദരങ്ങളോടും ഞാനിതാ യാത്ര ചോദിക്കുന്നു. യഹോവ എനിക്കായി ഒരുക്കിയ ആ ഭവനത്തിലേക്കു ഞാനിതാ യാത്രയാകുന്നു.
ആ ഭവനത്തിൽ ചെന്ന് എന്റെ നാഥനോട് തുറങ്ങുവാൻ സ്വർഗത്തിലെ മാലാഖമാർ ആകാശത്തിന്റെ ഭൂമിയിലെ രാജാവാകുന്നു മരത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിന്റെ പൈതൃകമായി വരുന്നാലേ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ മരണവേദനയാർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു. ശരീരങ്ങളെ നീ മോർക്കമണിയിക്കുന്നു. ഇവന്റെ മനത്തിന്റെയും നാഥനും പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പ്രകാശങ്ങളാൽ എന്റെ ആത്മാവിൽ കൃപാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഹോദരന്റെ ശ്രദ്ധിക്കും മനോജരാജ്യം പരിവട്ടവും അഭിഷിക്തമായ ശരീരത്തിന്റെ ദൈവത്തിന്റെ എണ്ണാമത്തെ ആകുവാനും വരെ കപ്പടത്തെ പൗത്രീകരിക്കണമേ. ജീവന്റെ മനത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര തളിക്കാൻ ഞാൻ നിർമ്മലനാകും. കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പുത്രനും പരിശുദ്ധാത്മായ സ്തുതി. പൊടിയാവുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അതിർച്ചത സ്ഥലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം നിന്റെ വർദ്ധമാർത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്ന ദൈവത്തിന്റെ ആയാസത്തിന് സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മനത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യാവുന്ന പൊടിയാവുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തു കൊള്ളുക. പാപിനിക്ക് വിശദീകരിച്ച കർത്താവേ, അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരുടെ സഹോദരൻ അങ്ങയെ സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. ജീവന്റെ മനസ്സിന്റെയും നാഥനും പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സംഗീതം നിന്നെ വിളിക്കട്ടെ, മഹിമോടെ
കർത്താവിൻ ദാസീവിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ മക്കളമറിയമറിഞ്ഞൊരുവൻ മഹിമാതിരിയോടെ ജീവിപ്പിക്കണമേ, ജീവിക്കുന്ന യാവനും പരിപാലിക്കണമേ. താൻ പ്രതീക്ഷിച്ച മരണം പറഞ്ഞവരെ നമുക്ക് പേരെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും ദാമ്പത്യനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിശ്ചയാന മത്സരത്തിൽ അങ്ങത്തെ അനുഗമിക്കുകയും സംസ്കാര സഹകരിക്കുകയാണ് ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരണങ്ങൾ നിങ്ങൾ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മൃതസംസ്കാര ശുശ്രൂഷ അവസാനിക്കുകയാണ്.